ചെവായൂർ ആൾക്കൂട്ട കൊലപാതക കേസിലെ പ്രതികളുടെ മൊബൈൽ ഫോണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ഗൂഢാലോചന സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം. കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ പ്രതികാരമായാണ് വർക്ക്ഷോപ്പ് ജീവനക്കാരനായ സൂരജിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. അനഘ ഹർഷൻ വിവരങ്ങൾ നൽകും. അനഘ, വിശദാംശങ്ങൾ. അനു, കഴിഞ്ഞ ദിവസമാണ് ഈ ആൾക്കൂട്ടം സംഘം ചേർന്ന് ഈ മായനാട് സ്വദേശിയായിട്ടുള്ള വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള സൂരജിനെ അടിച്ച് കൊലപ്പെടുത്തിയത്. ഈ കേസിൽ നിലവിൽ കൃത്യത്തിൽ 18 പേരാണ് പ്രത്യക്ഷമായി പങ്കെടുത്തത് എന്ന അന്വേഷണ സംഘം പറയുന്നത്. ഇതിൽ 10 പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇനി 8 പേർക്കായുള്ള അന്വേഷണമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രദേശത്തെ CCTVയും മാത്രമല്ല ഈ സംഭവം നേരിൽ കണ്ട ദൃക്സാക്ഷികളുടെയും ഒക്കെ മൊഴി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കേസിലാണ് ഇപ്പോൾ ഈ പ്രതികൾ ഇപ്പൊ നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന ഈ 10 പ്രതികളുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനുള്ളൊരു നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനുള്ള പ്രധാന കാരണം കൃത്യമായി ഈ സംഭവം, ഈ കൊലപാതകം ഈ പ്രതികൾ കൃത്യമായി ഗൂഢാലോചന നടത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ ഗൂഢാലോചന സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ഈ ഫോണിൽ നിന്ന് ലഭിക്കും എന്നാണ് ഈ അന്വേഷണ സംഘം പറയുന്നത്. ഈ കേസിൽ നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ചെലവൂർ സ്വദേശിയായിട്ടുള്ള അജയ് മനോജ്, വിജയ് മനോജ്, ഇവരുടെ പിതാവ് മനോജ് കുമാർ എന്നിങ്ങനെ 10 പേരാണ് ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റിൽ ആയിരിക്കുന്നത്. അനു, ശരി അനഘ.